പാലാ നഗരസഭയിൽ സ്വതന്ത്രരുടെ പിന്തുണയിൽ അധികാരമുറപ്പിക്കുമ്പോൾ ഭരണത്തിൽ പാർട്ടി പ്രാതിനിധ്യം ഉറപ്പാക്കാമെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. UDF പിന്തുണയിൽ സ്വതന്ത്രർക്ക് പൂർണ്ണമായും അധികാരം വിട്ടുകൊടുക്കരുതെന്നാണ് പ്രാദേശിക നേതാക്കളുടെ നിലപാട്. അതേസമയം LDFും UDFുമായി ചർച്ച തുടരുന്നതായി പുളിക്കാക്കണ്ടം കുടുംബം വ്യക്തമാക്കി. പാലായിൽ UDF ഭരണം ഉറപ്പിക്കാനുള്ള നീക്കത്തിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ കൂടെ അഭിപ്രായം പരിഗണിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അധ്യക്ഷ സ്ഥാനം സ്വതന്ത്രർക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഉപാധ്യക്ഷ സ്ഥാനം പാർട്ടിക്ക് ലഭിക്കണം. കൂടാതെ ഒരു ടേം ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ കോൺഗ്രസ് തന്നെ വഹിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു. വിപ്പ് ബാധകമല്ലാത്ത സ്വതന്ത്രരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയാൽ ഭാവിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആശങ്കപ്പെടുന്നു. ഇക്കാര്യങ്ങൾ DCC നേതൃത്വത്തെ ധരിപ്പിച്ചു. അതേസമയം ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ പ്രാദേശിക നേതൃത്വങ്ങൾക്ക് റോളില്ലെന്ന് ബിനു പുളിക്കാക്കണ്ടം വ്യക്തമാക്കി. പ്രാദേശിക നേതൃത്വമായിട്ടല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്നതും പ്രാദേശിക നേതൃത്വമല്ല, രണ്ടു കൂട്ടരുടെയും സംസ്ഥാന ലെവലിലുള്ള നേതാക്കന്മാരാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അവരുമായിട്ട് ഒരു ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മകൾ ദിയയ്ക്ക് ആദ്യ 2.5 വർഷക്കാലം അധ്യക്ഷ സ്ഥാനം ലഭിക്കണമെന്നാണ് ബിനുവിന്റെ ആവശ്യം. സ്വതന്ത്രരായി മത്സരിച്ച ബിനു പുളിക്കാക്കണ്ടം, മകൾ ദിയ, സഹോദരൻ ബിജു എന്നിവരുടെ പിന്തുണ ഭരണത്തിൽ നിർണായകമാണ്. കോൺഗ്രസ് വിമതയായി മത്സരിച്ച മായ രാഹുലും അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്. LDF 12, UDF 10, സ്വതന്ത്രർ 4 എന്നിങ്ങനെയാണ് പാലാ നഗരസഭയിലെ കക്ഷിനില. മീഡിയ 1 കോട്ടയം.